ഇന്ന് നമ്മൾ ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ അൽപ്പാക്ക ഫാം കാണുന്നതിന് വേണ്ടിയാണ് പോയത്. വെല്ലിംഗ്ടണിൽ നിന്ന് ഏതാണ്ട് 365 കിലോമീറ്റർ ദൂരം ഉള്ള ടാമറിനോയി എന്ന സ്ഥലത്തുള്ള നിവാലിയ എന്ന അൽപ്പാക്ക ഫാമിലാണ് നമ്മളിന്ന് പോയത്. ഞങ്ങൾ 6 പേരടങ്ങുന്ന ഒരു ടീമുണ്ട്. വളരെ വിശാലമായ കുന്നിൻ ചെരുവുകൾ ഉള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ പ്രദേശം. കാണുന്നതിനൊക്കെ വളരെ നല്ല ഹൃദ്യമായ കാഴ്ചകളുടെ ഒരു സമാഹാരമാണ് ഈ കുന്നിൻ ചെരുവ്. ഇത് ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ അൽപ്പാക്ക ഫാമുകളൊന്നാണ്. ഇവിടെ 1000-ലധികം അൽപ്പാക്കകളുണ്ട്. ഇതൊരു ആടിൻ്റെയും ഒട്ടകത്തിൻ്റെയും രൂപസാദൃശ്യമുള്ള ഒരു ജീവിയാണ്. എന്നാൽ ഇത് ക്യാമൽ കുടുംബത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. ഇതിനെ കൂടുതലായിട്ടും സൗത്ത് അമേരിക്കയിലും അതുപോലെ തന്നെ ബൊളീവിയ, പെറു എന്ന സ്ഥലത്താണ് ഇതിനെ കൂടുതലായി കാണപ്പെടുന്നത്. ആ മലഞ്ചെരുവുകളാണ് കാണപ്പെടുന്നത്. ഈ ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മലഞ്ചെരുവുകളിലാണ്. അത് വളരെ മനോഹരമായ രീതിയിൽ തടി കൊണ്ടുള്ള വേലികളൊക്കെ നിർമ്മിച്ച് അതിന് നടക്കാനും സഞ്ചരിക്കാനും ഒക്കെയുള്ള നല്ല ഒരു ഭൂപ്രദേശമാണ് നമുക്ക് കാണാൻ കഴിയും. ഇത് മനുഷ്യനുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ഒരു ജീവിയാണ്. അതിനെ പിടിച്ചുകൊണ്ട് നടക്കുന്നതിനും അതിന് തീറ്റ കൊടുക്കുന്നതിനും അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് എടുത്തു പിടിക്കുന്നതിനുമൊക്കെ നല്ല ഒരവസരമുണ്ട്. അതിനൊക്കെയുള്ള അവസരം അവർ നമുക്ക് ഒരുക്കി തന്നു. ഒരു അൽപ്പാക്ക ജീവി എന്ന് പറയുന്ന ഇതിൻ്റെ ആയുസ് ഭൂലോകത്തുള്ള ഒരു ആയുസ് എന്ന് പറയുന്നത് 15 മുതൽ 20 വർഷം വരെയാണ് ഇതുണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ വൂള് ഡ്രസ്സ് മേക്കിംഗ്, ബ്ലാങ്കറ്റ് ഡ്രസ്സ് മേക്ക് ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. മറ്റ് ആടിൻ്റെ വൂളിനേക്കാൾ വളരെ വിലപിടിപ്പുള്ളതും ഫയർ റെസിസ്റ്റൻസ് ഉള്ള ഒരു വൂളാണ് ഈ ജീവിയുടേത്. ഒരു അൽപ്പാക്കയ്ക്ക് $250 മുതൽ $2000 വരെ വിലയുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇറച്ചി ബീഫിനേക്കാൾ വളരെ ഫാറ്റ് കുറവാണ്, കൊളസ്ട്രോൾ കുറഞ്ഞ ഡെലിഷ്യസ് ആയിട്ടുള്ള മീറ്റാണ്. അങ്ങനെ വളരെയധികം പ്രത്യേകതകളുള്ള, മനുഷ്യനോട് വളരെ ഇണങ്ങി നടക്കുകയും ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ജീവിക്കാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു നല്ല മൃഗമാണ് ഈ അൽപ്പാക്ക. അത് കണ്ടത് വളരെ സന്തോഷമാണ്. വളരെ നയനാനന്ദകരമായ അനുഭൂതി നിറഞ്ഞ ഒരവസരമായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ സമയത്തോളം ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചു. അതൊരു കുടുംബം, ഒരു ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇതിനെ മുഴുവൻ നോക്കുന്നത്. മറ്റു പണിക്കാരൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. വളർന്ന പുല്ലുകൾ അരിഞ്ഞ് ക്ഷാമകാലത്തേക്ക് ശേഖരിച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫാമാണ് ഈ ടാമറിനോയിലെ നിവാലിയ